ഗായ്സ് ഞാൻ വോയിസ് കൊണ്ട് വന്നു. നമ്മൾ രണ്ടാമത്തെ വണ്ടി എടുക്കുന്ന ദിവസമാണ് ഗായ്സ്. നമ്മളുടെ രണ്ടാമത്തെ വണ്ടി ഇന്ന് ഏത് വണ്ടി എടുക്കുന്നതാണ്. ഈ വണ്ടി എടുക്കുമോ അതോ ഈ വണ്ടി എടുക്കണോ അതോ ഈ വണ്ടി എടുക്കണമെന്നാണ്. നമുക്കിപ്പോൾ ഒരു ഹൈ എൻഡ് വണ്ടിയായിട്ട് എനിക്ക് കുറച്ചുകൂടി ഫീച്ചേഴ്സൊക്കെ ഉള്ളത് ഇതിലാണ്. നമ്മളിപ്പോൾ ഇതാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പ്രീമിയർ പപ്നി എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ സെഡാൻ മോഡൽ എടുക്കേണ്ടി വരും. എന്തായാലും നമ്മൾ ഈ വണ്ടിയാണ് എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. എൻ്റെ അത്യാവശ്യം ഉണ്ടോ, കുഴപ്പമില്ല, ഏഷ്യയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ അല്ല, പവർ വിൻഡോയും കാര്യങ്ങളൊന്നും അല്ല. ഇതിൻ്റെ ബാക്ക് സീറ്റ് കംഫർട്ടൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു പ്രശ്നമുണ്ട്, അത്രയും ബൂട്ട് സ്പേസ് ഉണ്ട്. ബട്ട് ഈ വണ്ടിക്ക് ബാക്കിലോട്ട് പോകാൻ പറ്റൂല. അതൊരു വലിയ കുഴപ്പമാണ്. എന്നാലും നമ്മൾ ഈ വണ്ടിയാണ് വാങ്ങാൻ ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മൾ ഇന്നാണ് അടുത്ത വണ്ടി ഡെലിവറി എടുക്കാൻ പോകുന്നൊരു സ്പെഷ്യൽ വണ്ടിയാണ് ഗൈസ്. നമ്മളിന്ന് അവന്മാർ നമ്മളോട് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ വണ്ടിയാണ്. അപ്പം എന്താ പറയുക, ഒരു പവർഫുൾ സ്പെഷ്യൽ വണ്ടി തന്നെയാണ്. കണ്ടോ, സെക്കൻഡ് ഗിയറിൽ തന്നെ 100 എടുക്കും. അതിനൊന്നും ചെറുക്കൻ ഒരു കുഴപ്പമൊന്നുമില്ല, സെക്കൻഡ് ഗിയർ ആണെങ്കിൽ കൂടിയും ആണ്. ഇങ്ങനത്തെ ജീവന്മാരുടെയൊക്കെ ഒരു പ്രത്യേകത, ഇങ്ങനത്തെ വണ്ടികളുടെയൊക്കെ ഒരു പ്രത്യേകത, സെക്കൻഡ് ഗിയറിൽ തന്നെ വലുതായിട്ടൊക്കെ വലിച്ചു. തേർഡ് ഗിയർ ഇട്ടിട്ടാണേലും സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിൽ വണ്ടി എടുക്കും കേട്ടോ. തോന്നുന്നു എടുക്ക് ഇവിടെ നാട്ടിക്കല്ലേ. ഇത് നമ്മൾ ഇന്നലെ വാങ്ങിച്ച വണ്ടിയേക്കാളും കുറച്ചും കൂടി പവർഫുൾ ആണെന്ന് തോന്നുന്നു. നമ്മൾ പറഞ്ഞ വണ്ടി ഇതാണ് ഗൈസ്. എന്തായാലും നമ്മൾ വണ്ടി ഫസ്റ്റ് ഗിയറിലിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. ബൂട്ട്സ് ഈ വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ, ഇൻറ്റീരിയറൊക്കെ ഇത്രയും ഇതാണ് കേട്ടോ. അവിടെ നിന്ന് വണ്ടി കൺട്രോളിൽ നിൽക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. 7 സ്പീഡാണ്, അല്ല 8 സ്പീഡാണ്, സോറി, 9, 10. ഓ ഗായ്സ്, കണ്ടോ വണ്ടി ഭയങ്കര പവർ കൂടിയതിൻ്റെ പ്രശ്നങ്ങളെ വണ്ടിക്കുള്ളൂ. നമ്മൾ ഇതുവരെ അങ്ങോട്ട് ഇറങ്ങാനാണ് പ്ലാൻ. പാലത്തിലോട്ട് ഇതുവരെ അങ്ങോട്ട് കയറാം ആണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. മാൻ, വണ്ടി ഇതാണ് കേട്ടോ. അല്ല, വണ്ടിയിൽ ചെറുതായിട്ട് നമ്മുടെ തീ വരുന്നത്, തീയാണ് തീ. ഈ ഇറക്കമൊക്കെ ഇറങ്ങി ആ ഒരു പവറിൽ വണ്ടി ഇറക്കിറങ്ങുമ്പോൾ എൻ്റെ പൊന്നോ, വണ്ടിയുടെ ബ്രേക്കിംഗ് കുറച്ച് കുറവാണല്ലോ, അവന്മാരോട് പറയണം. എന്തായാലും ഈ വണ്ടിയുടെ നൈട്രസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ട ഗൈസ്. ആണ്, നമ്മൾ എല്ലാ വണ്ടിയുടെ നൈട്രസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. ആ ഡെസ്റ്റിനേഷൻ ഇവിടുന്ന് 0.3 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പിന്നെ നൈട്രസ് ദൈവമേ, നമ്മളെല്ലാ വണ്ടിയുടെ ഹെഡ്ലൈറ്റും എല്ലാം ഇട്ട് കാണിക്കുന്നതാണ്. കണ്ടോ,
ഉം. ഈ വണ്ടിക്ക് റിവേഴ്സ് ലൈറ്റ് ഇല്ല. ഒന്ന് ശ്രദ്ധിച്ചോ, ഈ വണ്ടിക്ക് റിവേഴ്സ് ലൈറ്റ് ഇല്ല. പക്ഷെ ബ്രേക്ക് ലൈറ്റ് 1 2 3 4 ബ്രേക്ക് ലൈറ്റോളം ഈ വണ്ടിക്കുണ്ട്. ഫോർവേഡ് റിവേഴ്സ് ലൈറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ ബ്രേക്ക് ലൈറ്റ് ഇത്ര എണ്ണം? അതായത് നമ്മൾ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് വെളിയിലിറങ്ങിയ ഫ്രണ്ടിൽ കണ്ടോ, ഫ്രണ്ടിൽ നല്ല രസമാണ് കാണാൻ. മുകളിലൊരു ചെറിയ ഇത് വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയർ കണ്ടോ, എന്താ രസമുള്ള ഇൻറ്റീരിയർ കണ്ടോ. എന്തായാലും നമുക്ക് അവിടെ പോട്ടെ. അവിടെ വണ്ടി നമ്മൾ പെട്ടെന്ന് അവിടെ 47 മീറ്ററേ ഉള്ളൂ. അപ്പോൾ തൊടും ഫസ്റ്റ് ഏത് ഗിയറിലാണ് വണ്ടി അവിടെ ചെന്ന് നിൽക്കുന്നത് നോക്കാം. 4th ഗിയറിൽ. സെറ്റ് വണ്ടിയിലെ. നമുക്ക് അടുത്ത വണ്ടി വാങ്ങാൻ പോയാലോ? ഒരു ദിവസം നമ്മൾ 2 വണ്ടിയോളം വെച്ച് വാങ്ങാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. എന്തായാലും നമുക്കിനി അത് അടുത്ത വീഡിയോ ഇട്ടിടാം. കാരണം ഇനി ഏത് വണ്ടി വാങ്ങണമെന്ന് ഞാൻ വീട്ടിൽ ചെന്ന് ആലോചിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് അത് അടുത്ത വീഡിയോ ആയിട്ട് നമ്മളിടാം. എന്തായാലും നമ്മുടെ വണ്ടി നമ്മൾ ലാൻഡ് ക്രൂസർ എടുക്കും. 32 കിലോമീറ്റർ ആയിരുന്നു വീട്ടിൽ നിന്ന് വണ്ടി വാങ്ങുന്നതിൻ്റെ. ഇപ്പം ആ വണ്ടി 38 കിലോമീറ്ററോളം എത്തി. നമ്മൾ വണ്ടി വാങ്ങുന്നതിൻ്റെ കാര്യം പറഞ്ഞ് എന്തായാലും 4th ഗിയറിലായിരുന്നു. 3rd ഗിയറിൽ കിടന്നിട്ടാണ് 110 വണ്ടി കയറിയത്. വണ്ടി സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. വലിയ തകരാറുകളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ വീട്ടിലോട്ട് കയറാൻ പോവാണ്. വീട്ടിൽ സ്ഥലമില്ല, വണ്ടിയുടെ സ്ഥലമില്ല. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നമ്മൾ ലാൻഡ് ക്രൂസറും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങോട്ട് ഇടാനുള്ളല്ലോ, അവന്മാർ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് അവിടെ എല്ലാ വണ്ടികളും കിടക്കണുണ്ടോ. പക്ഷെ ഇങ്ങനെ വേണ്ട, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കയറാൻ പോകില്ലേ, നമുക്കൊരു ആദരവ് തന്നെ കൊടുത്തേക്കാം വണ്ടിക്ക്. ഇതൊക്കെ ഒരു ഇതല്ലേ. ഗൈസ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഒരു ചെറിയ പണി കിട്ടി. പെട്ടെന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ ഇന്നലെ കൊടുത്ത വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പെട്ടെന്ന് പോയി വാങ്ങണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.